പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളൊക്കെയും ആയിരിക്കുന്നിടത്ത്, കാരാഗൃഹമാണെങ്കിലും മരുഭൂമിയാണെങ്കിലും വരണ്ട നിലമാണെങ്കിലും സന്തോഷത്തോടെ ചിലത് പഠിപ്പിച്ചെടുത്ത് നടത്തുന്നു എന്നുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഡ്യൂട്രോണമി ചാപ്റ്റർ 8 വേഴ്സസ് 2 and 3. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീ നിൻ്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പോഷിപ്പിക്കുന്നൊരു ദൈവം, കൈവിട്ട് കളയാതെ നമ്മെ നിലനിർത്തുന്ന ഒരു ദൈവം. ചില സമയത്ത് നമ്മെ പഠിപ്പിക്കാൻ തക്കണം അവൻ മിണ്ടാതിരിക്കും. അതൊരു ടെസ്റ്റാണ് സൈലൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മളോടുകൂടെ ഉണ്ട്. ഓംനി പ്രസൻസ്. ഹീസ് എൻ ഓംനി പ്രസൻറ്റ് ഗോഡ്. സർവ്വവ്യാപിയാണ്. പക്ഷേ നമുക്കെപ്പോഴും അവൻ്റെ ആ നിയർനെസ് ഫീൽ ചെയ്യാൻ പറ്റാതെ വരും, അല്ലേ? എന്നാൽ നിശബ്ദത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തെ അത് പുറത്തു കൊണ്ടുവരും. നാം നമ്മുടെ ദൈവത്തിൻ്റെ കരമാണോ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ഹൃദയമാണോ ആഗ്രഹിക്കുന്നത്? അപ്പം കിട്ടാൻ വേണ്ടി തന്നെ ഫോളോ ചെയ്ത ജനത്തെ യേശുവിനറിയാം. എന്നാൽ താൻ ആരെന്ന് മനസ്സിലാക്കി തന്നെ ഫോളോ ചെയ്തവരെയും ദൈവത്തിനറിയാം. നിശബ്ദത മനസ്സിലാക്കണം, ഒരു റിഫൈനിങ് ഫയറാണ്. നമ്മെ ശുദ്ധീകരിക്കുന്ന തീയ. അവിടെ നാം അവൻ്റെ പ്രോമിസസ് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കും. എല്ലാ ഫ്ലക്ച്വേറ്റിംഗ് ഫീലിങ്സിനെയും അത് ജീവിപ്പാൻ തക്കണം ദൈവം അപ്പോൾ നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ പ്രോമിസസ് എല്ലാം ക്ലിയറാണ്. ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല, അല്ലേ? കുരു താഴ്വരയിൽ കൂടി നീ നടന്നാലും നീ ഭയപ്പെടത്തില്ല, എൻ്റെ വടിയും കോലും നിന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാനെപ്പോഴും നിന്നോടുകൂടെ ഉണ്ട്. ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. എൻ്റെ ആത്മാവിനെ വിട്ട് ഞങ്ങൾ എവിടേക്ക് ഓടിപ്പോകും? ഇതെല്ലാം നമ്മൾ ബൈബിളിൽ വായിക്കുന്നതല്ലേ ദൈവമക്കളെ. വരണ്ട ഡ്രൈ പ്ലേസിലും നീ നിൻ്റെ വേദന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവാ. ആ വിൽഡർനെസ്സിൽ നീ അവൻ്റെ സാന്നിധ്യം തിരഞ്ഞെടുക്കുക. അവനില്ലാതെ നിനക്കൊരു കംഫർട്ട് കിട്ടില്ല ദൈവത്തിലെ, നിനക്കൊരാശ്വാസം കിട്ടില്ല. മുന്നോട്ട് പോകണമെങ്കിൽ നിനക്കൊരു കോൺഫിഡൻറ്റ് ഹോപ്പ് വേണം. നീ എപ്പോൾ ചോദിക്കുന്നോ വേറെ അറിയൂ, ദൈവം പറയുന്ന ശബ്ദം നിൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ടോ? വാസ്തവമായി മുഴങ്ങുന്നുണ്ടോ? ഐ ആം ഹിയർ, ഞാൻ ഇവിടെയുണ്ട്. ചിലപ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ട് ചോദിക്കും, വേർ ആർ യു ഗോഡ്? അത് പലപ്പോഴും നഷ്ടം ജീവിതത്തിൽ വരുമ്പോൾ, കൺഫ്യൂഷൻ ജീവിതത്തിൽ വരുമ്പോൾ, വേദന ജീവിതത്തിൽ വരുമ്പോഴാണ്. അങ്ങനെയുള്ള സീസണിൽ നമുക്ക് ആശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ആ ഭാഗം എൻ്റെ പ്രിയപ്പെട്ടവരുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവ് 45:3, ഐസായ 45:3. നിന്നെ പോർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രയേലിൻ്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, തരുമെന്നാണ് ആ വാക്യം കേട്ടോ. ദൈവം ചിലപ്പോൾ അനുവദിക്കുന്നതാണ്
ജലത്തിൽ കൂടിയൊക്കെ നാം ഒന്ന് നടക്കാൻ. അപ്പോൾ നമുക്ക് മനസ്സിലാകും ലൈഫ് ഈസി അല്ല. ടിം കെല്ലർ എന്ന് പറയുന്ന ഭക്തൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നത്തിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ടു ലേൺ ഹൗ ടു മെയിൻറ്റെയിൻ എ ലൈഫ് ഓഫ് പേർപ്പസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പെയിൻഫുൾ അഡ്വേഴ്സിറ്റി. വേദനാജനകമായ നാശനഷ്ടങ്ങളുടെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ജോസഫിനെ കാണുന്നുണ്ട്. അവനെ ഒരു അടിമയാക്കി അവൻ്റെ സഹോദരന്മാർ അവനെ വിട്ടു. അവൻ പ്രവാസത്തിൽ കഴിഞ്ഞു, അവൻ പൊത്തിഫോറിൻ്റെ അടുക്കളയിൽ കഴിഞ്ഞു, കാരാഗൃഹത്തിൽ കഴിഞ്ഞു. പക്ഷേ പിന്നീട് അവൻ ദേശത്ത് രണ്ടാമനായി ഉയർത്തപ്പെട്ടു. അവൻ്റെ ബെസ്റ്റ് ഇയേഴ്സ് എല്ലാം അവൻ സ്പെൻഡ് ചെയ്ത് ഡാർക്ക്നെസ്സിനകത്താണ്. എന്നാൽ അവസാനം താൻ തൻ്റെ സഹോദരന്മാരെ, തന്നെ വഞ്ചിച്ച, തന്നെ ബിട്രേ ചെയ്ത സഹോദരന്മാരെ കണ്ടപ്പോൾ താൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം 19-20. ജോസഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. യോസഫിൻ്റെ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്തുവാ? നമുക്ക് ദോഷം തരാൻ വിചാരിച്ച സംഗതികളെയൊക്കെ ദൈവം ഉപയോഗിച്ചത് നമുക്കൊരു വലിയ വീണ്ടെടുപ്പ് തരാൻ, ഒരു റിഡംഷൻ തരാൻ തക്കവണ്ണമാണ് അത് ഉപയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മൾ സഫറിങ്സ് വരുമ്പോൾ അതിനോടെങ്ങനെ നാം പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തെയും നാം ആരായിത്തീരുമെന്നുള്ള കാര്യത്തെയും ഒക്കെ ഷേപ്പ് ചെയ്യുന്ന സംഗതിയായിത്തീരും. ചിലർ പീഡകൾ വന്നിട്ട് അതിനകത്തങ്ങ് ട്രാപ്ഡായിട്ട് കിടക്കും. എന്നാൽ ചിലത് ആ പീഡയ്ക്കകത്തും ശക്തി കണ്ടെത്തി റീബിൽഡ് ചെയ്ത് വളർന്നു കയറും. സൈക്കോളജിസ്റ്റ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എ ചേഞ്ച് ഇൻ ഐഡൻറ്റിറ്റി ഫ്രം വിക്ടിം ടു സർവൈവർ. ഒരു വിക്റ്റിമായിട്ട്, ഒരു ഇരയായി കിടക്കാതെ അതിജീവിച്ച ഒരു സർവൈവറായിട്ട് തീരുവാൻ. പ്രിയ ദൈവപൈതലേ, നിനക്ക് ആഗ്രഹമില്ലേ? ദൈവം നിന്നെ അങ്ങനെ ആക്കുവാൻ റെഡിയാണ്. പക്ഷെ നിനക്ക് പറ്റുമോ? പറ്റണം. വിശ്വാസവും നമ്മെ അതാ പഠിപ്പിക്കുന്നത്, ട്രാൻസ്ഫോർമേഷൻ. നീ ഇത് സർവൈവ് ചെയ്ത് ചാടിക്കടന്ന് മറികടന്ന് അതിജീവിച്ച് മുന്നോട്ട് വരുവാണെങ്കിൽ പിന്നെ നിനക്കെല്ലാം ഹാൻഡിൽ ചെയ്യുവാൻ നിനക്ക് കഴിയും. പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവം യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നു. ദൈവം യോസഫിനോടുകൂടെ കാരാഗൃഹത്തിലുണ്ടായിരുന്നു. ദൈവം അവൻ ചെയ്ത കാര്യമെല്ലാം സാധ്യതയിലാക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. അവൻ നമ്മോടുകൂടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഫീൽ ചെയ്യാതിരിക്കുന്ന സമയത്തും ദൈവം അവിടെ പ്രസൻ്റായിട്ടുണ്ട് കുഞ്ഞെ. നാം ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ നിൻ്റെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ടെങ്കിൽ ആ തോന്നൽ വളരെ പവർഫുള്ളാണ്. യേശു എന്നോട് കൂടെയുണ്ട്, ഇമ്മാനുവേൽ, അവൻ നമ്മോട് കൂടെ, അല്ലേ? എന്നാൽ എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല സാഹചര്യങ്ങൾ. ചിലപ്പോൾ നമ്മുടെ ജീവിതം വളരെ ബാരനായിട്ട്, വന്ധ്യത പിടിച്ചൊരു ജീവിതമായിട്ട്, സൈലൻ്റ് ആയിട്ടുള്ളൊരു ജീവിതം, നിശബ്ദമായിട്ടുള്ളൊരു ജീവിതമായിട്ട് തോന്നുമ്പോൾ സത്യം എന്താണെന്നറിയാമോ? ആ സമയത്തും ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ഗോഡ് ഈസ് സ്റ്റിൽ വിത്ത് us. അങ്ങനെയുള്ള ആ ചിന്ത ഡെസ്പയറും എൻഡ്യൂറൻസും തമ്മിലുള്ള ഡിഫറൻസ് ആയിത്തീരുന്നു. അതായത് നമ്മുടെ ആധിയും നമ്മുടെ സഹനവും രണ്ടും രണ്ടാ, അല്ലേ?
പ്രൈസ് ഗോഡ്. രണ്ടും വ്യത്യസ്ത അനുഭവങ്ങളാണ്. പക്ഷേ ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്തും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദോഷം ആരെല്ലാം ഞങ്ങളുടെ നേരെ നിരൂപിച്ചാലും അതിനെ ഗുണമാക്കി തീർക്കുന്ന ഒരു വലിയ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് ജീവിപ്പാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. പ്രതിസന്ധികൾ വരുമ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോഴും അതിൻ്റെ മധ്യേ വ്യാകുലപ്പെട്ടു പോകുവാനല്ല, ജയം തരുന്നൊരു കർത്താവുണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് ഓടി ഞങ്ങളുടെ ഓട്ടം തീർപ്പാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.